ഹലോ, നമുക്കിന്ന് ഈ ഒരു സൺഫ്ലവർ ഡിസൈൻ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഈ ഒരു സാരി എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഞാൻ കൈമാറ്റത്തിന് വേണ്ടി പെയിൻറ്റ് ചെയ്തായിരുന്നു. കൈമാറ്റം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. കൈമാറ്റം ഒരു ത്രിഫ്റ്റ് സ്റ്റോറാണ്. ത്രിഫ്റ്റിങ്ങിനെ പറ്റി നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറാണ്. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്തുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത ക്ലോത്തിങ്ങൊക്കെ നമ്മൾ അവർക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കും. കൈമാറ്റത്തിനെ പറ്റി ഞാൻ അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസറും ആക്ട്രസും മോഡലൊക്കെ ആയിട്ടുള്ള രേഷ്മ സെബാസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കിതുവരെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഓണത്തിന് എൻ്റെ അടുത്ത് കുറച്ച് ഡെഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഞാൻ കൈമാറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ അത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു തൃപ്തി കുറവ് കാരണം ഞാൻ വിചാരിച്ചൊരു ഹാൻഡ് പെയിൻറ്റഡ് സാരിയും കൂടെ വെക്കാമെന്ന്. അങ്ങനെ അവർക്കത് അയച്ചു കൊടുക്കണതിൻ്റെ തലേന്ന് രാത്രിയാണ് ഞാനിത് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ എന്നുള്ള നിലയ്ക്കാണ് ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു സാരീനെ കുറിച്ചൊരു റീലായിട്ട് ഇടുകയും കൈമാറ്റത്തിന് കൊളാബ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ രേഷ്മ അത് കണ്ടു, അത് നോട്ടീസ് ചെയ്തു. പിന്നെ ഞാൻ ആ എക്സിബിഷനിൽ നേരിട്ട് പോയി രേഷ്മനെ മീറ്റ് ചെയ്തു. നമ്മുടെ പോപ്പീസ് എന്ന് പറഞ്ഞ സാരി നമ്മുടെ ബെസ്റ്റ് സെല്ലറാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയാണ്. അത് രേഷ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു. രേഷ്മ അത് പോസ്റ്റായിട്ട് ഷെയർ ചെയ്ത് തന്നു. അങ്ങനെ ആ ഒരു പോസ്റ്റിന് അത്യാവശ്യം എനിക്ക് നല്ല റീച്ച് കിട്ടി, ഒത്തിരി ഫോളോവേഴ്സിനെ കിട്ടി, എൻ്റെ ബിസിനസ്സിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി. അതാണ് ഈ സാരി എനിക്ക് അത്രയും സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളൊരു നല്ല മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനൊരു പ്രതിഫലം നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ സാരിയുടെ പിന്നിലുള്ള കഥ. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഒരു സർക്കിൾ വരച്ച് അതിൻ്റെ അകത്ത് ജസ്റ്റ് വെള്ളത്തിൽ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ആ പെയിൻറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു സർക്കിൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഒരു സൈസ് എത്ര വേണം അതിനനുസരിച്ച് വരയ്ക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സാരിയിൽ പല്ലു പോർഷനിൽ വലിയൊരു സൺഫ്ലവർ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സർക്കിളാണ് ഞാൻ വരച്ചത്. അതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ കളറിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ സെൻറ്ററിലായിട്ട് യെല്ലോ കളറിലും കൂടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ ഓൾറെഡി വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് ടു ബാക്ക് തന്നെ ഓരോ കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സൺഫ്ലവറിൻ്റെ പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനൊരു റിയലിസ്റ്റിക് ലുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. അങ്ങനെ നമ്മൾ സെൻറ്റർ പോർഷൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ്സും പിന്നെ ബ്രഷൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ചെയ്താൽ മതി താല്പര്യമുള്ളവർ. അങ്ങനെ നമുക്ക് യെല്ലോ കളർ വെച്ചിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കാം കേട്ടോ. ഒരു വാട്ടർ കളർ എഫക്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി തിക്കായിട്ട് പെയിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പെയിൻറ്റിൽ അത്യാവശ്യം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ സ്പ്രെഡായി പോകാനും പാടില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അങ്ങനെ സൺഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ പെറ്റൽസ് വരച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് കുറേ മുന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ട്രൈപോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മേലെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൈഡിൽ നിന്നുള്ള ആംഗിളിൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത്ര ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇനി ഉള്ള വീഡിയോസിലൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പെറ്റൽസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹൈലൈറ്റിംഗ് ആണ്, കുറച്ച് ഷെയ്ഡൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറിൽ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ലൈറ്റായിട്ട് മതി. അത് നമുക്കതുപോലെ ബ്രഷ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനത്തെ ഫ്രീ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അതുവരെയൊക്കെ ഡിസൈൻ സ്കെച്ച് ചെയ്ത് ഭയങ്കര കറക്റ്റായി അതിനകത്ത് തന്നെ പെയിൻറ്റ് ഫില്ല് ചെയ്ത് ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്
എത്ര സുഖമാണ് ചെയ്യാനെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് പേര് പെയിൻറ്റിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ വേണമെന്ന് റിക്വസ്റ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് അതിന് പറ്റിയൊരു ഡിസൈൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ ഇവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഓറഞ്ച് കുറച്ച് കൂടിപ്പോയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ യെല്ലോ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കറക്റ്റ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചുകൂടെ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം പെറ്റൽസ് ഒന്നും എടുത്ത് കാണിക്കാത്തതുകൊണ്ട്, പിന്നെ ഒരു കുറച്ചൊന്ന് മടങ്ങിയിരിക്കുന്ന ഒരു എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ്, ലെമൺ യെല്ലോ എന്നാണ് ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. അത് വെച്ചിട്ട് ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഒന്നിടവിട്ടിട്ടാണ് പെറ്റൽസിന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ മുകളിലും പിന്നെ ഒരു ലെയർ ഈ രണ്ട് പെറ്റൽസിൻ്റെ ഇടയിൽ നിന്ന് താഴെ നിന്ന് വരുന്ന പോലെ അങ്ങനെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. 2 ലെയർ ഓഫ് പെറ്റൽസ് വരച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിത്ത് ലെയർ മാത്രമായിട്ട് വരച്ചാലും മതി. ഞാനൊരു 3D ലുക്ക് കിട്ടാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആ സർക്കിളിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയറിൽ ഈ 2 പെറ്റൽസിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പെറ്റൽസിൻ്റെ ഹൈലൈറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സെൻറ്റർ പോർഷൻ്റെ അവിടെ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റിൽ ഒരു റൗണ്ട് ടിപ്പുള്ള ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ, ആ ഒരു സൺഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു നാല് പോലത്തെ ഒരു സംഭവങ്ങൾ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാനാകുമ്പോൾ ഒരു ഔട്ടർ സർക്കിളിൽ കുറച്ച് ഡാർക്കായിട്ടും സെൻറ്ററിലോട്ട് വരുന്നതോറും കുറച്ച് ലൈറ്റായിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്രൗൺ ഷെയ്ഡിലൊരു ഫസ്റ്റ് സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, അതിനെ അങ്ങനെ എടുത്ത് കാണിക്കാത്ത രീതിയിൽ, അതിൻ്റെ ആ ഒരു എഡ്ജസ് എടുത്ത് കാണിക്കാത്ത രീതിയിൽ വേണം ഒന്ന് കവർ ചെയ്തിട്ട് വേണം ആ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതായത് കുറച്ച് പെറ്റൽസിലേക്ക് കയറിയിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് കുറച്ച് ഗോൾഡ് പെയിൻറ്റിൽ ടിപ്പ് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് യെല്ലോയിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഗോൾഡ് ആകുമ്പോൾ ഒന്നുകൂടെ എടുത്ത് കാണിക്കും, ഒരു റിച്ച് ലുക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗോൾഡ് യൂസ് ചെയ്തു എന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ലൈറ്റ് യെല്ലോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അതേ സെയിം പെയിൻറ്റ് വെച്ചിട്ട് പെറ്റൽസിലും കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ആദ്യം ആ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
ടേക്ക് കെയർ, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സീ യു.